എൻ്റെ പേര് വർക്കി. ബൈബിളിലെ ഓരോ അധ്യായവും വളരെ ലളിതമായി ചുരുക്കത്തിൽ വിവരിക്കുന്ന എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി എൻ്റെ വേ ഓഫ് ദി വേർഡ് എന്ന ചാനൽ സന്ദർശിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്കും വായിച്ച് മനസ്സിലാക്കാത്തവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും വിധം വിവരിക്കുന്ന ഈ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ ഉൽപ്പത്തി പുസ്തകം 20 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളാണ് ചുരുക്കത്തിൽ വിവരിക്കുന്നത്. 1 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ എൻ്റെ ചാനലിൽ പോയി കാണുമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ അധ്യായത്തിൽ സാറ ഇസഹാക്കിനെ പ്രസവിക്കുന്നതും ഹാഗാറിനെയും ഇസ്മായിലിനെയും എബ്രഹാം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതുമാണ് പ്രധാനമായും പറയുന്നത്. ഇസഹാക്കിന്റെ ജനനത്തെക്കുറിച്ചും ഇസഹാക്കിനെ പരിച്ഛേദനം ചെയ്യുന്നതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹാമിനെ പരീക്ഷിക്കുന്ന കഥയാണ് പറയുന്നത്. അബ്രാഹാമിന് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഏകജാതനായ മകനായ ഇസ്ഹാക്കിനെ ബലിയായി അർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. ഇത് അബ്രാഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ ഒരു പരീക്ഷയായിരുന്നു. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൻ ആ കൽപ്പന നിറവേറ്റാൻ തയ്യാറാകുന്നു. ഇസ്ഹാക്കിനെ ബലിപീഠത്തിൽ വെച്ച് വധിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദൈവം അവനെ തടയുകയും പകരം ഒരു ആട്ടുകൊറ്റനെ ബലിയായി അർപ്പിക്കാൻ നൽകുകയും ചെയ്യുന്നു. പുസ്തകം 23-ാം അധ്യായം അബ്രാഹാമിന്റെ ഭാര്യയായ സാറായുടെ മരണത്തെക്കുറിച്ചും അവരെ സംസ്കരിക്കാൻ അബ്രാഹാം വാങ്ങിയ സ്ഥലത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സാറ മരിച്ചപ്പോൾ അബ്രാഹാം വളരെ ദുഃഖിച്ചു. അദ്ദേഹം ഹിത്യരുടെ അടുത്ത് ചെന്ന് ഒരു ശ്മശാന ഭൂമി വാങ്ങി. മക്പല ഗുഹയുള്ള ഒരു നിലമാണ് അബ്രാഹാം വാങ്ങിയത്. ഈ സംഭവം അബ്രാഹാമിന്റെ വിശ്വാസത്തെയും കുടുംബത്തോടുള്ള സ്നേഹത്തെയും അതുപോലെ തന്നെ വാഗ്ദത്ത ഭൂമിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷയെയും കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അബ്രാഹാം തന്റെ മകനായ ഇസ്ഹാക്കിനു വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്താൻ വേണ്ടി തന്റെ വിശ്വസ്തനായ ദാസനെ അയക്കുന്ന ഭാഗമാണ്. ദാസൻ നഹോറിന്റെ നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച് റെബേക്കയെ കണ്ടുമുട്ടുന്നു. ദൈവം അബ്രാഹാമിന്റെ ദാസന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും റെബേക്കയെ ഇസ്ഹാക്കിന്റെ ഭാര്യയായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകം 25-ാം അധ്യായത്തിൽ അബ്രാഹത്തിന്റെ മരണവും അദ്ദേഹത്തിന്റെ മറ്റു മക്കളുടെയും പിൻഗാമികളുടെയും വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നത്. സാറായുടെ മരണശേഷം അബ്രാഹാം കെത്തൂറ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. അവർക്ക് സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്ക്, ഷൂവഹ് എന്നീ പുത്രന്മാർ ജനിച്ചു. അബ്രാഹാം തന്റെ സ്വത്തുക്കൾ ഇസ്ഹാക്കിന് നൽകുകയും ഉപനാരിമാരിലുണ്ടായ മക്കൾക്ക് സമ്മാനങ്ങൾ നൽകി കിഴക്കൻ ദേശത്തേക്ക് അയക്കുകയും ചെയ്തു. 175 വയസ്സിൽ അബ്രാഹാം അന്തരിച്ചു. അദ്ദേഹത്തെ മക്പേല ഗുഹയിൽ സംസ്കരിച്ചു. അതിനുശേഷം ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. തുടർന്ന് ഇസ്മായേലിന്റെ വംശാവലിയെക്കുറിച്ചും ഏസാവിന്റെയും യാക്കോബിന്റെയും ജനനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഏസാവ് ഇരട്ടകളിൽ മൂത്തവനും യാക്കോബ് ഇളയവനുമായിരുന്നു. ഒരു ദിവസം ഏസാവ് വിശന്നു വലഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ യാക്കോബ് പായസം വെക്കുകയായിരുന്നു. ഏസാവ് പായസം നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ യാക്കോബ് തന്റെ ജ്യേഷ്ഠാവകാശം വിൽക്കണമെന്ന് നിർബന്ധിച്ചു. ഏസാവ് അതിന് സമ്മതിക്കുകയും തന്റെ ജ്യേഷ്ഠാവകാശം വിൽക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് വിവരിക്കുന്നത്. അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ കനാനിൽ ഒരു ക്ഷാമമുണ്ടായപ്പോൾ ദൈവം ഇസഹാക്കിനോട് ഈജിപ്തിലേക്ക് പോകാതെ ഗെരാറിൽ താമസിക്കാൻ പറഞ്ഞു. ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുകയും സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു. ഇസഹാക്ക് ഗെരാറിൽ താമസിക്കുമ്പോൾ തന്റെ ഭാര്യ റിബേക്കയെ സഹോദരിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവിടുത്തെ രാജാവായ അബിമേലെക്കിനെ കബളിപ്പിക്കുന്നു. എന്നാൽ ദൈവം അബിമേലെക്കിനെ സ്വപ്നത്തിലൂടെ ഇക്കാര്യം അറിയിക്കുകയും ഇസഹാക്ക് റിബേക്കയെ ഭാര്യയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഇസഹാക്ക് അവിടെ അഭിവൃദ്ധി പ്രാപിക്കുകയും ധാരാളം സമ്പാദിക്കുകയും ചെയ്യുന്നു. ഫെലിസ്ത്യർ അവനോട് അസൂയപ്പെടുകയും അവന്റെ കിണറുകൾ മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നു. ഇസഹാക്ക് അവിടെ നിന്ന് മാറി താഴ്വരയിൽ താമസമാക്കുകയും തന്റെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറുകൾ വീണ്ടും കുഴിക്കുകയും ചെയ്യുന്നു. ഫെലിസ്ത്യർ ആ കിണറുകൾക്കും അവകാശവാദം ഉന്നയിക്കുന്നതിനാൽ ഇസഹാക്ക് വീണ്ടും മാറുന്നു. ഒടുവിൽ അവർ വഴക്കിടാത്ത ഒരു കിണർ അവർ കണ്ടെത്തുന്നു. അതിനുശേഷം ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെടുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇസഹാക്ക് അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നു. അബിമേലെക്കും കൂട്ടാളികളും ഇസഹാക്കിനോട് സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക.